ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റുവ വേൾഡ്. ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ചെറിയ കീ ചെയിനിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കീ ചെയിനാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഒരു കാര്യം, ക്രോഷ്യ ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ കളറിയാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം റെഡ് കളറ് എനിക്ക് ക്യാമറയിൽ വിസിബിൾ ആവുന്നില്ല കേട്ടോ. സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ സ്റ്റിച്ചസ് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ യെല്ലോ കളർ എടുക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ 3.0 mm ഹുക്കും ഇതുപോലെ ഒരു ത്രെഡ് കട്ടറും, ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ നോർമൽ സിസേഴ്സ് ആയാലും മതി. പിന്നെ ഫില്ലിങ്ങിനായിട്ട് ഇതുപോലെ ഫൈബർ ഫില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റിച്ച് മാർക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെറി ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് മാജിക് റിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാജിക് റിങ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മാജിക് റിങ്ങിൻ്റെ സെപ്പറേറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഫിംഗറിൽ യാണിന് ഇതുപോലെ എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ആദ്യം ചുറ്റിയ യാണിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് രണ്ടാമത്തെ യാണിനെ വലിച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചെയിനും കൂടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് മാജിക് റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യാനുണ്ട്. നമ്മൾ ഹുക്കിനെ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് ഇതുപോലെ യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ ഹുക്കിന് മുകളിലായിട്ട് ഇതുപോലെ 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ മാജിക് റിങ്ങിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ബാക്കി 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ബാക്കി 5 സിംഗിൾ ക്രോഷ്യം കൂടെ ചെയ്ത് ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ, ചെയ്തത് കറക്റ്റ് അല്ലേ എന്നൊക്കെ. ഇനി ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ടെയിൽ എൻഡ് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷ്യ ഇല്ലേ, അതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഈ ഒരു ലൂപ്പിൽ കൂടെ നമ്മൾ ഹുക്കിനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ റൗണ്ട് ക്ലോസ് ആയിട്ട് കിട്ടും. ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത അതേ സെയിം സ്പേസിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ യൂസ് ചെയ്യുന്നത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നത്. ഈ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മൾ അവിടെ ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്റ്റിച്ച് മാർക്കർ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുത്തില്ലേ, അത് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തല്ലോ. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ ഓരോ സ്റ്റിച്ചിലേക്കും 2 എണ്ണം വീതം നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക ഇൻക്രീസിങ്. അപ്പോൾ ടോട്ടൽ 12 സ്റ്റിച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും അതൊന്ന് കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി അതേ സെയിം സ്പേസിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. കാരണം നമുക്ക് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയത്ത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. തേർഡ് റൗണ്ടിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്താണ് വർക്ക് ചെയ്യുന്നത്.
അങ്ങനെ തേർഡ് റൗണ്ടും ഫിനിഷ് ചെയ്തു. ഇനി നമുക്കിതിനിവിടെ സ്റ്റിച്ച് മാർക്കർ ഊരി ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് തേർഡ് റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി നാലാമത്തെയും അഞ്ചാമത്തെയും റൗണ്ടിൽ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് ചെയ്ത അതേ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കിതേതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ സെയിം സ്പേസിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ നാലാമത്തെ റൗണ്ടും അഞ്ചാമത്തെ റൗണ്ടും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ആറാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഡിക്രീസിങ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇൻക്രീസിങ് ചെയ്തു. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും മാറിപ്പോകരുത് കേട്ടോ. ഇൻക്രീസിങ് നമ്മൾ റൗണ്ട് കൂട്ടി കൂട്ടി എടുക്കുന്നതിനെയാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നത്. ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിക്രീസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ ഇതുപോലെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതേ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഇതുപോലെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുത്തിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ഇതുപോലെ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഇൻക്രീസിങ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ അടുത്ത ചെയിനിലേക്ക് വീണ്ടും ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. അതിൻ്റെ അടുത്ത ചെയിനിലേക്ക് വീണ്ടും ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുത്താൽ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു ആറാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, നെക്സ്റ്റ് ഡിക്രീസിങ് ചെയ്യുക. സ്റ്റിച്ചസ് നിങ്ങൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് റൗണ്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു യാണിനെ കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കിതുപോലെ വലിച്ചെടുക്കുക, ഫാസ്റ്റനിങ് ഓഫ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. റൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മളുടെ ടെയിൽ എൻഡ് ഇല്ലേ, അതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫൈബർ ഫില്ല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫൈബർ ഫില്ല് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വേസ്റ്റായി കളയുന്ന യാൺസും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പഴയ ടോയ്സും ടെഡി ബിയറൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇതുപോലത്തെ ഫൈബർ ഫില്ലൊക്കെ. നല്ലതൊന്നും എടുത്തിട്ട് ആരും യൂസ് ചെയ്യരുത്. ഇനി നമ്മൾ യാണിനെ ഇതുപോലെ നീഡിലൊന്ന് കോർത്തെടുക്കുക. എന്നിട്ട് ഇതേ ഓരോ സ്റ്റിച്ചിലേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ലൂപ്പില്ലേ അതിലൂടെ ഇതുപോലെ നീഡിലിനെ കടത്തി ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്തിട്ട് റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കരുത്. നമ്മൾ ഏകദേശം ഇതുപോലെ ചെയ്തിട്ടൊന്ന് വെക്കുക. ഇനി നമുക്ക് സ്ട്രിങ് ചെയ്തെടുക്കണം. നമ്മൾ കീ ചെയിനായിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഗ്രീൻ കളർ യാൺ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 30 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ നിങ്ങളുടെ സ്ട്രിങ്ങിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഞാനിവിടെ 13 ചെയിനാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ 13 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യാണിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആ ഒരു ചെറിയിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമ്മൾ ഇതേ ചെയിൻ ചെയ്തിട്ടുള്ള 2 എൻഡിലും ഇതുപോലെ ഒന്ന് ഒരു 2-3 തവണ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. നമുക്കിതിനെ ചെറിയിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഒരു 2-3-4 വട്ടമൊക്കെ നമ്മൾ ഇതുപോലെ കെട്ടിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടൈ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിനെ ചെറിയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെറിയൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹുക്ക് യൂസ് ചെയ്തിട്ടൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ടൈലിൻ്റെ പിടിച്ച് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നീഡിലൊന്ന് കോർത്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് തുന്നി കെട്ടിട്ട് കൊടുക്കണം. എന്നാൽ നമുക്കതിനെ അവിടെ ഫിക്സ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വലിച്ചു കഴിഞ്ഞാൽ പോരും. അതിനാണ് നമ്മളിതുപോലെ നീഡിൽ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഓവറായിട്ട് വലിക്കാതിരിക്കുക കേട്ടോ. ഓവറായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചെറിൻ്റെ ഷേപ്പൊക്കെ മാറി സ്റ്റിച്ചസിനൊക്കെ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതിയെ ഒരു മീഡിയം ലെവലിൽ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളെ നീഡിലിനെ നമ്മളിതുപോലെ താഴേക്ക് ഒന്ന് ഇതുപോലെ തുന്നി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ കൂടെ തന്നെ വേണം നമ്മൾ വേറെ ഏത് ഭാഗത്തേക്കാണോ എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇതുപോലെ നീഡിലിനെ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെയൊക്കെ സ്റ്റിച്ചസിൽ ഗ്യാപ്പ് വരും. ഇനി നമ്മളിതുപോലെ ഒരു 2-3 തവണയൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു ചെറി നമുക്കതിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി മറ്റേ ചെറിയിനെയും നമുക്കതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെറീൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കണം. ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം സ്ലിപ്പ് നോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 12 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ്, തേർഡ്. മുഴുവനായിട്ട് ഞാൻ ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിനി ചെയ്യുന്നത് ഒരു ഫസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക, ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, അടുത്ത 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതിൽ എൻ്റെ സ്റ്റിച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡബിൾ ക്രോഷ്യയാണ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ നെക്സ്റ്റും ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. ലാസ്റ്റ് നമ്മളിതേ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി വർക്ക് ടേൺ ചെയ്യാനായിട്ട് നമ്മൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്തതിലേക്ക് തന്നെ വീണ്ടും എക്സ്ട്രാ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡിലും ഇതുപോലെ ചെയ്ത പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു ടൈൽ എൻഡിനെ കൂടെ ഇതുപോലെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാൽ നമുക്കതിനെ അവിടെ
ഫിക്സ് ആയിട്ട് കിട്ടും. ഇനി നമ്മളിത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലേക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടേൺ ചെയ്ത സിംഗിൾ ക്രോഷ്യ ഇല്ലേ, അതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തെടുക്കാം. ഹുക്കിനെ ഇതുപോലെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള യാണിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ടെയിൽ എൻഡിൻ്റെ യാണിനെയാണ് ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വർക്കിംഗ് യാണിനെ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൂടെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാക്കിയുള്ള യാണിനെ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നീഡിൽ യാണിനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലീഫിൻ്റെ ബാക്ക് സൈഡില്ലേ, അതിൽ ഓരോ സ്റ്റിച്ചിലേക്കും ഇതുപോലെ ഒന്ന് കോർത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള യാണിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ചെറിയ കീ ചെയിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, സെൻറ്റർ പോർഷൻ, അവിടെ നമ്മളിതുപോലെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിൽ കൂടെ ഹുക്കിനെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇതുപോലെ നമ്മൾ സ്റ്റെമ്മിനെ ഇതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറി ലീഫിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ലീഫ് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതിലൊരു കീ ചെയിൻ്റെ റിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ റിങ് ഇപ്പോൾ ഇല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ചെറിയ കീ ചെയിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ക്ലിയർ ആവാത്തതെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്രോഷ്യം ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇനി ഏത് ട്യൂട്ടോറിയൽ വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.